ചാലിശ്ശേരി ഗ്രാമത്തിന്റെ നിയമപണ്ഡിതൻ അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി 78 നിറവിലും നിയമയാത്രയിൽ. 4 പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്ത് കേന്ദ്ര സർക്കാർ വക്കീൽ, ഗുജറാത്ത് ഗവർണറെ മുൻ സ്വകാര്യ സെക്രട്ടറി എന്നീ നിലകളിൽ ചാലിശ്ശേരിക്ക് അഭിമാനമായി അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി. ചാലിശ്ശേരി ഗ്രാമത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭരണഘടനാ തലങ്ങളിൽ വിശ്വസ്തയോടെ നിയമവഴികളിൽ ജീവനം സമർപ്പിച്ച അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി 78 നിറവിലും നിയമയാത്ര തുടരുന്നു. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പഞ്ചായത്ത് പട്ടിശ്ശേരി പാഴൂർ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി നങ്ങേലി അന്തർജനത്തിന്റെ മകനാണ്. തണ്ണീർക്കോട് LP സ്കൂളിലും വേദപാഠയിൽ ചേർന്ന് ഋഗ്വേദം മുഴുവൻ പഠിച്ച് ഹൃദയസ്ഥമാക്കി. തൃശൂർ CMS സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. അക്കാലങ്ങളിൽ തൃശൂർ തിരുവമ്പാടി യോഗക്ഷേമ ലൈബ്രറിയിൽ 6 വർഷം ലൈബ്രറിയനുമായി. തൃശൂർ സെന്റ് തോമസ് കോളേജ്, കേരളവർമ്മ കോളേജ് എന്നിവയിൽ നിന്ന് ഡിഗ്രിയും എറണാകുളം ലോ കോളേജിൽ നിന്ന് ലോ ഡിഗ്രിയും കരസ്ഥമാക്കി. തണ്ണീർക്കോട് പഠനം കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ പഠനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വയസ്സിലാണ് വരണത്. 5 വയസ്സ് മുതൽ 4-4.5 കൊല്ലമാണ് ഈ വേദ പഠനം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റേ സ്കൂൾ കോളേജ് നമ്മൾ പോകും. അപ്പോൾ CMS സ്കൂൾ ഇവിടെ തൃശ്ശൂർ ബ്രഹ്മസംഭവത്തിൽ 4 കൊല്ലത്തെ വേദ പഠനം. പിന്നെ CMS സ്കൂളിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ട് സെന്റ് തോമസിലും കേരളവർമ്മയിലും ഉണ്ടായി. കേരളവർമ്മ പിന്നെ കഴിഞ്ഞിട്ട് ലോ ഞങ്ങളെ മറ്റേ കേരളവർമ്മയിൽ ഞാൻ പോയത് 69 പോയി ഡിഗ്രി കഴിഞ്ഞിട്ട്. പിന്നെ ലോ കോളേജിൽ പോയി, പ്രീ യൂണിവേഴ്സിറ്റി സെന്റ് തോമസില്. പിന്നെ 1970 23-ാമത്തെ വയസ്സിൽ ചാലിശ്ശേരി നിയമശബ്ദമായി കൊച്ചി ഹൈക്കോടതിയിൽ ആദ്യമായി ഹാജരായ അദ്ദേഹത്തിന്റെ നിയമജീവിതം തുടക്കമായി. 1976 ഗുജറാത്ത് ഗവർണർ KK വിശ്വനാഥന്റെ പേഴ്സണൽ സെക്രട്ടറിയായി 6 വർഷത്തോളം അഹമ്മദാബാദിലായിരുന്നു. അതിലൂടെ ഭരണതലത്തിലുള്ള ചട്ടങ്ങളുടെയും അവയുടെ ആന്തരങ്ങളുടെയും നിശബ്ദ അവലോകനമായി മാറി. 1978 സുപ്രീം കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. 1985 പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെയും വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി 3 പതിറ്റാണ്ട് കാലം ഇന്ദ്രപ്രസ്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമപ്രതിനിധിയുമായി മാറി. ഇന്ത്യയുടെ പല കോണുകളിലെയും വിഷയങ്ങളിൽ കോടതിയിൽ അദ്ദേഹത്തിന്റെ സ്വരം നീതിക്ക് വേണ്ടി മുഴങ്ങി. അക്കാലങ്ങളിൽ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ PN ഭഗവത്, VR കൃഷ്ണയ്യർ, ബാലകൃഷ്ണ എറാടി, ഫാത്തിമ ബീവി, ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, KT തോമസ്, ബാലസുബ്രഹ്മണ്യൻ, KS രാധാകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ പോറ്റി, K സുകുമാരൻ, CS രാജൻ, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയവരുമായി ഏറെ സൗഹൃദത്തിലായിരുന്നു. രാജീവ് ഗാന്ധി, നരസിംഹറാവു, വാജ്പേയി, മൻമോഹൻ സിംഗ് തുടങ്ങിയ 4 പ്രധാനമന്ത്രിമാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഭരണയന്ത്രത്തിന്റെ നിയമവുമായി പരമേശ്വരൻ നിലകൊണ്ടു. എൻഫോഴ്സ്മെന്റ്, CBI കേസുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. ഓരോ അധികാര പദത്തിലും മാറ്റം വന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ നിയമനിഷ്ഠയിലും പ്രവർത്തന ശൈലിയിലും ഒരു ചലനം ഉണ്ടായില്ല എന്നത് എല്ലാവരിലും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ മറ്റൊരു മാതൃകയായി. 3 പതിറ്റാണ്ടിലെ നിയമവഴികളിൽ 35,000-ലധികം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ദേശീയ തലത്തിൽ പ്രതിസന്ധികൾ മാറിയ നിയമപാഠങ്ങളാണ്. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറലോടൊപ്പം ഹാജരായത് ഇദ്ദേഹമായിരുന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായതിനു ശേഷം സുപ്രീം കോടതിയിലെ ഒരു കേസ് സംബന്ധമായി അന്നത്തെ അറ്റോർണി ജനറൽ K പരാശരന്റെ നിർദ്ദേശമനുസരിച്ച് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെത്തിയ പരമേശ്വരനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി സ്വീകരിച്ചതും ഏറെ നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടതും മറക്കാൻ കഴിയാത്ത അനുഭവമായി. തന്റേതായ ഇടപെടൽ ശൈലിയിലൂടെ അവസാന വരിയിൽ സമൂഹത്തെയും കക്ഷികളെയും പരിഗണിച്ച് നീതി കണ്ടെത്തുവാൻ നമ്പൂതിരിക്ക് കഴിഞ്ഞത് അനേകം നിർണായക കേസുകളിൽ മാറ്റം സൃഷ്ടിച്ചു. മുൻ രാഷ്ട്രപതി KR നാരായണനുമായി ഡൽഹിയിലെ ശ്രീനാരായണ കേന്ദ്രത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു. കേസുമായി തന്റെ മുന്നിലെത്തുന്ന പൗരന്മാരെ കേൾക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ടല്ലായിരുന്നു. നിയമത്തിൽ വലിയ ഉയരങ്ങൾ നേടിയിട്ടും ജീവിതത്തിൽ ലാളിത്യമാണ് കൈമുതൽ. സമാധാനപ്രദമായ വാക്കുകളും കൃത്യമായ ഇടപെടലുകളും 78 വയസ്സിലും ധർമ്മപഥത്തിൽ അർപ്പണബോധമുള്ള സഞ്ചാരത്തിൽ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്നത് സജീവമാണ്. നീതി എന്നത് കെട്ടിടങ്ങളിലല്ല, ഹൃദയങ്ങളിലാണ് തുടങ്ങുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ന്യായത്തിന് പ്രതിബദ്ധതയുള്ള ഒരു തലമുറയ്ക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദനമാണ്. നിയമപണ്ഡിതൻ, എഴുത്തുകാരൻ, വേദപണ്ഡിതൻ, ചരിത്രകാരൻ, സംസ്കൃതത്തിന്റെ അറിവിന്റെ മഹാഗനിയുമാണ് ഇദ്ദേഹം. 40 വർഷത്തെ സേവനത്തിന് ശേഷം 2010 തൃശ്ശൂരിൽ തിരിച്ചെത്തി. ചെറുപ്രായത്തിൽ തന്നെ ബ്രഹ്മസം മഠം വിദ്യാർത്ഥി സംഘത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ രാമദാസിന്റെ ശിക്ഷണത്തിൽ നിരവധി നാടകങ്ങളിലും മികച്ച കഥാപാത്രമായി അഭിനയിച്ചു. KP നാരായണ പിഷാരടി ഏറെ സ്വാധീനിച്ചു. 1939 ഡൽഹിയിൽ ആരംഭിച്ച കേരള ക്ലബിന്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, 1965 പ്രസിദ്ധീകരിച്ച മഠം സുവർണ ജൂബിലി സോവനിയറിന്റെ സഹപത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ താമസമാക്കിയ ഇദ്ദേഹം
കോടതിയുടെ പടവുകൾക്കപ്പുറത്ത് ആത്മശാന്തി ദീപമായി 10 വർഷം ബ്രഹ്മസം മഠത്തിന്റെ പ്രസിഡന്റായുള്ള വിശ്രമമില്ലാത്ത സേവനം തുടരുകയാണ്. വേദപഠന രംഗത്ത് ഗുരുവിനെ സ്മരിച്ച് കുറൂർ ഉണ്ണിനമ്പൂതിരി സമ്പുടം എന്ന പുസ്തകം എഴുതി 2025 ജനുവരിയിൽ കേരള സാഹിത്യ അക്കാദമി പുസ്തകം പുറത്തിറക്കി. രണ്ടാമത്തെ മറ്റൊരു ചരിത്ര പുസ്തകത്തിന് പണിപ്പുരയിലാണ്. കൂടാതെ ബ്രഹ്മസം മഠത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ വരും തലമുറകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന കർമ്മപദ്ധതി ഏറ്റെടുത്ത് വിജയപാതയിലാണ്. മുൻ സ്വാതന്ത്ര്യ സമര സേനാനി ICP നമ്പൂതിരിയുടെ മകൾ ഡോക്ടർ IA ശാന്തയാണ് സഹധർമ്മിണി. വിവാഹത്തിന് ശേഷം ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് നാഷണൽ ഫെല്ലോയായി സീനിയർ സയന്റിസ്റ്റായി വിരമിച്ചു. കോളനിയിൽ പാഴൂർ മനയിലാണ് താമസം. എഞ്ചിനീയർ മകൻ P വാസു, മരുമകൾ ലിബി എന്നിവർ ദുബായിലാണ്. ഡൽഹിയില് ജയനാരായണൻ വളരെ നമ്മുടെ കോഴ്സ് ഇവിടുന്ന് പാസ്സായിരുന്നാണ്. ഒറ്റപ്പാലല്ലേ നമ്മുടെ ഒരു നമ്മുടെ ചാലശ്ശേരിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചാലശ്ശേരിയൊക്കെ വന്നിട്ടുണ്ട്. ഓ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മർഡർ കേസ് ഉണ്ടായില്ല, അതിലെ ഗവൺമെന്റ് വക്കീൽ ഞാനാണ്. അതിലല്ല, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊഫഷണൽ തന്നെയാണ്. പിന്നെ അപ്പം നേരെ എന്നിട്ട് ഇവരവിടെ ആയിരുന്നു, ഡൽഹിയിലായിരുന്നു വൈഫ് മാരീന് മുമ്പേ. അപ്പോൾ ആ ടൈം വന്നു. അപ്പം ഞാൻ പിന്നെ ഡൽഹിയിൽ 30-40 കൊല്ലം ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ആയതും ഈ എക്സ്പീരിയൻസും വെച്ചിട്ടും 73-ല് എൻ്റെ ലോ കഴിഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞില്ല, ചേർന്നു. പക്ഷേ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയ എന്താണ് പറയുക ഗുരുക്കന്മാരെന്ന് പറയുന്നത് കുയ്യാകൃഷ്ണയ്യർ ജഡ്ജിയായിരുന്നു, സുബ്രഹ്മണ്യം പോറ്റി സാറ് ജഡ്ജിയായിരുന്നു, ഏറാടി സാറ്, ബാലകൃഷ്ണ ഏറാടി, ഇവരൊക്കെ സുപ്രീം കോടതിയിൽ വന്നുല്ലോ. എല്ലാവരും സുപ്രീം കോടതിയിൽ വന്നു. വളരെ അടുത്തായി കാരണം വൈസ് പ്രസിഡന്റ് ആവണതിന് മുമ്പേ തന്നെ നമ്മുടെ അവിടെ നമ്മളെ ഇതുണ്ടായിരുന്നല്ലോ, ശ്രീനാരായണ കേന്ദ്ര ഡൽഹിയിലെ. ഞാൻ സെക്രട്ടറിയും അദ്ദേഹം പ്രസിഡന്റും ആയിരുന്നു. ശ്രീനാരായണക്കാരൻ എന്നെ കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഈ കുറച്ച് മറ്റേ ഹാബിറ്റ് ഉണ്ടാവുകൊണ്ട് എല്ലാം കുറിച്ച് വെച്ചിട്ട് 35,000 കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 35 ദിവസം കുറെ ബാച്ച് ആവും കേട്ടോ, ചിലത് കുറെ ബാച്ച് ആവും. എൻഫോഴ്സ്മെന്റ്, CBI, മറ്റേ മെയിനായിട്ട് അതായിരുന്നു. CBI മാറ്റർ ആയിരുന്നു, CBI മാറ്റർ ഉണ്ടായിരുന്നു.